എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സഫലമേ ജീവിതം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ചികിത്സാ രംഗത്ത് പുതിയ ഒരു മാതൃക സൃഷ്ടിച്ച ഡോക്ടർ ജോസ് ജെ തെളിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. നിങ്ങൾ ഏറ്റവും വില കൂടിയൊരു മരുന്ന് സൗജന്യമായിട്ട് ഒരു രോഗിക്ക് കൊടുത്തു. ആ രോഗിയുടെ ശരീരത്തിൽ അത് സ്വീകരിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം ആ രോഗിയുടെ ശരീരം അത് സ്വീകരിച്ചില്ലെങ്കിൽ എത്ര വില കൂടിയ മരുന്ന് കൊടുത്തിട്ടും ഒരു അർത്ഥമില്ല. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. ഏത് വിഷമഘട്ടത്തിൽ കൂടെയും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഡോക്ടർ ഇപ്പോൾ ഫ്രീ മെഡിക്കൽ സർവീസ് നടത്തുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ മെഡിക്കൽ മേഖലയെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? എല്ലാവർക്കും ഫ്രീ മെഡിക്കൽ സർവീസ് നടത്താൻ പറ്റില്ല. സ്ഥാപനം നടത്തണമെങ്കിൽ വരുമാനം വേണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ മെഡിക്കൽ സർവീസ് ഹോസ്പിറ്റലുകളും ചെയ്യുന്ന സേവനം ചെറിയ രോഗമായിട്ട് ചെല്ലുന്ന രോഗിയെ വലിയ വലിയ ടെസ്റ്റുകൾക്ക് വേണ്ടി എഴുതി കൊടുക്കുകയും അവരെ കൊണ്ട് അതിന് പണം ചിലവാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇതൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അത് വളരെ വേദനാജനകമാണ്. പിന്നെ രോഗി എന്ന് കഴിഞ്ഞാൽ രോഗിയോട് എന്താണ് അസുഖമെന്ന് പറയാതെ ഓപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം, നിങ്ങൾ സീരിയസ് ആണ്, എന്താ സീരിയസ്നെസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ ക്ലിനിക്കിലിരിക്കുമ്പോൾ എനിക്ക് വയറിൻ്റെ ഒരു വേദന ഉണ്ടായി. പക്ഷേ രോഗികളിരിക്കുന്നതുകൊണ്ട് അവരെ നോക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഒരു കണക്കിന് ഞാൻ ആ രോഗികളെയൊക്കെ നോക്കി. അന്ന് എനിക്ക് ഡ്രൈവർ ഇല്ലാത്ത കാലമാണ്. ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യ ആനയോട് പറഞ്ഞ് എനിക്ക് നല്ല പെയിനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വേദനിക്കുന്നുണ്ട്. ചെറിയ പ്രായം കുറവായിരുന്നു പിള്ളേർക്ക്. അവർ വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വേദന കടിച്ചമ്പത്തി കുറച്ച് കഴിഞ്ഞ് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഭാര്യ ആനി മറ്റേ 1-2 പേരെ സഹായത്തോടെ കാറ് കയറ്റി അവർ കാർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ പരിചയമുള്ളൊരു ഡോക്ടറെ വീട്ടിൽ ചെന്നു. അദ്ദേഹം പെട്ടെന്ന് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കാതെ പെട്ടെന്ന് പറഞ്ഞു, നല്ല മനുഷ്യരെയാണ് മിസ്സസ് തളിയത്ത് ആദ്യം ദൈവം വിളിക്കുന്നത്. അതോടുകൂടി കാർ ഓടിക്കാനുള്ള എൻ്റെ വൈഫിൻ്റെ ശക്തി, മനഃശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ അയൽവാസിയെ പ്രൊഫസറെ വിളിച്ചു. അദ്ദേഹം എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു ഒരു ഗട്ടറിൽ വേണമെങ്കിൽ ജെർക്ക് വന്നു. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് ഞാൻ ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? അപ്പോൾ പറഞ്ഞ്, ജോസേട്ടൻ നിങ്ങൾക്ക് സുഖമില്ല, വേദനയായിട്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പം വീണ്ടും എൻ്റെ ബോധം നഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് വൈഫിനോട് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് അവിടെ കുഴപ്പപ്പെടുന്നു. അപ്പം സഹായമായിട്ട് എൻ്റെ വൈഫ് എന്ത് ചെയ്യാന്ന് അറിയാൻ വളരെ നിൽക്കുമ്പോൾ എൻ്റെ ബ്രദർ ഇതറിഞ്ഞ ചെന്നു എൻ്റെ ഷോപ്പിൻ്റെ മാനേജർ എന്നിട്ട് പറഞ്ഞ്, ഇപ്പം ചോദിക്കേണ്ട ആൾക്ക് ബോധമില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവൻ അപകടത്തിലാവുമെന്ന് ഇവർ പറയുന്നു, അതുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ സർജറി കൊണ്ടുപോകണേ? വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്? അല്ല, അത് ഓപ്പൺ ചെയ്താലും മനസ്സിലാവും. ഞാൻ പ്ലീസ് ഡോണ്ട് ഡു, അത് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു ഓപ്പറേഷൻ വിധേയനായിട്ട് മാനസികാവസ്ഥയിലല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇന്ന് വൈകുന്നേരം വരെ എന്നെ ഒബ്സർവ് ചെയ്യുക, അത് നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കിഡ്നി സ്റ്റോൺ യൂറിനൽ ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടായ വേദനയാണ്. ഞാൻ 5 മണിയായപ്പോൾ പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യണം. അവർ വിസമ്മതിച്ചു. ഞാൻ പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല, ഞാൻ എഴുതി തരാം, എൻ്റെ സ്വന്തം മനസ്സിലാവണം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഡിസ്ചാർജ് വാങ്ങി വന്ന് എൻ്റെ ക്ലിനിക്കിൽ വന്ന് ഒരു 15 രൂപയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇത്രയും കൊല്ലമായി ഇന്നുവരെ എനിക്ക് വേദനയില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ഓപ്പറേഷൻ ഒഴിവാക്കുകയും ചെയ്തു. എത്രയോ രോഗികളെ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. എന്തായിരിക്കണം, അല്ലെ എങ്ങനെയായിരിക്കണം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ? ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഡോക്ടർ മെഡിക്കൽ പുസ്തകം പഠിച്ചുകൊണ്ട് ഡോക്ടറായി. മനുഷ്യ നിലയിൽ നമ്മുടെ എതിർവശത്തിരിക്കുന്ന ആളും നമ്മളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? സൃഷ്ടിയിൽ ഒരു വ്യത്യാസമില്ല. മറ്റേ ആൾ ചിലപ്പോൾ നമ്മളെക്കാളും വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള ഫീൽഡിലുള്ളൊരു മനുഷ്യനായിരിക്കും. അദ്ദേഹത്തിൻ്റെ മനുഷ്യനായിട്ട് കാണുക, അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ദൂരീകരിച്ചു കൊടുക്കുക. അല്ല, നിങ്ങളിത് കഴിച്ചിട്ട് വാ, പിന്നെ നോക്കാം എന്ന് പറയുന്ന ഒരു മനുഷ്യത്വമല്ല. അത് അറിയാനുള്ള വിദേശത്തൊക്കെ ഒരു ഫൈൻഡിങ്, ഒരു ഇത് ഡയറിയിൽ എഴുതണം, അത് ഫയലുണ്ട്, മെഡിക്കൽ ഫയലിൽ എഴുതണം, ഇന്നാണ് ഫൈൻഡിങ്, ഞങ്ങൾക്ക് ഇന്ന മരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തെറ്റുപറ്റിയ ഡോക്ടർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കൽ ഒരു തമാശ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു അപ്പാപ്പൻ എൻ്റെ അടുത്ത് വന്ന് ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട്
അതിൽ എഴുതിയിരിക്കുന്ന ക്രോണിക് സിനോവിറ്റീസ് എന്ന് പറഞ്ഞ ഒരു രോഗത്തിൻ്റെ പേരാണ്. അത് ഈ പേര് കണ്ടപ്പം പാപ്പൻ ചോദിച്ചു ഇതൊരു വലിയ രോഗമാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 15 ദിവസം മരുന്ന് കഴിച്ചിട്ട് അപ്പോൾ വേണം പറയാമെന്ന്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്, ഞാനൊരു വലിയ രോഗത്തിന് അടിമയാണ്. അപ്പോൾ എൻ്റെ അയൽവാസി പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ തളിയത്തുണ്ട്, അദ്ദേഹം തന്നെ പോയി കണ്ടിട്ട് ഇത് കാണിച്ചാൽ എന്താണ് ഈ രോഗം എന്നൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് അങ്കമാലിയിലാണ്. അപ്പോൾ ഈ മോട്ടറൊക്കെ ഉണ്ടോ അങ്ങയുടെ വീട്ടിൽ? ഉണ്ട്. മോട്ടറിൽ ബെയറിങ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? ഉവ്വ. അതിൽ നമ്മൾ ഒരു സാധനം പുരട്ടുമല്ലോ, ഉവ്വ ഗ്രീസ്, അത് ബെയറിങ് ചൂടാകാതിരിക്കാം. അപ്പോൾ അതുപോലെ ഗ്രീസ് നമ്മുടെ എല്ലാ ജോയിൻസിലും ഉണ്ട്. അപ്പോൾ സിനോവിയ എന്ന് പറയുന്നത് ആ ഗ്രീസിന് തുല്യമായിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. അത് മുട്ടയിൽ ഇത് കുറഞ്ഞു പോയി, അതാണ് ക്രോണിക് സിനോവിറ്റീസ് എന്ന് അത് എഴുതിയത്. ആന്നോ ഇത്ര ഉള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ആശ്വാസമായിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ ഇത്തിരി മരുന്ന് കഴിക്കാം, ഒരു എണ്ണയൊക്കെ തരാം, തേക്കാം. ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്യാം, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ ശരിക്കും ഉറങ്ങും. ഇതൊക്കെ എല്ലാ ഡോക്ടർമാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എന്താണ് ഫൈൻഡിങ് എന്ന് പറയുന്നത്? അതുപോലെ മരിക്കാൻ പോകുന്ന രോഗിയോട് നിങ്ങൾ മരണമാണെന്ന് പറയേണ്ട കാര്യമൊന്നും, അയാൾ വേദനിപ്പിക്കേണ്ട കാര്യം എന്താ, രക്ഷപ്പെടില്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ദൈവമല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല രോഗികളും ക്യാൻസറായിട്ട് മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ മരുന്ന് കഴിക്കുക, ചിലർ ഈ മരുന്ന് കൊണ്ട് ഗുണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും ഗുണപ്പെടും, സന്തോഷപ്പെടുന്ന സമാധാനമായിട്ടിരിക്കുക, ധാരാളം പ്രാർത്ഥിക്കുക. അവരൊക്കെ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ മരിക്കുന്നവരെ എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ സന്തോഷം സമാധാനത്തിൽ ജീവിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഇതൊന്നും മുന്നേ വലിയ ചിലവില്ലാത്ത കാര്യമാണ്. ഇതേത് സഹജീവിയോടും ചെയ്യാവുന്ന ഒരു ഔദാര്യവും കാരുണ്യമാണ്. ഇത് എല്ലാ ഡോക്ടേഴ്സിൻ്റെ മനസ്സിലുണ്ടാകണം. ഇവിടെ അതല്ല. ഡോക്ടർക്ക് രോഗിയോട് സംസാരിക്കാൻ നേരമില്ല, അടുത്ത രോഗിയെ കാണാനുള്ളത് ബന്ധപ്പാടിലാണ്. എത്ര രോഗിയെ കാണുന്നോ അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വരുമാനം. അപ്പോൾ വരുമാനമാണ് മാനദണ്ഡമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഡോക്ടറാകാൻ പറ്റില്ല. സേവനം കൂടെ അതിലുണ്ടാകണം. രോഗിയെ സഹജീവിയായിട്ടും ദൈവത്തിൻ്റെ മകനായിട്ടും നമ്മളെപ്പോലെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടും കണ്ടാൽ കുറച്ചുകൂടെ ദയാദാക്ഷിണ്യത്തിലും കാരുണ്യത്തിലും ഡോക്ടർക്ക് പെരുമാറാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. രോഗികളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ്. പലപ്പോഴും ഡോക്ടർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തെറ്റാകാം. നമ്മൾ മനുഷ്യന് ബലഹീനതയുള്ള ആളാണ്. നമ്മളൊക്കെ നിഗമനങ്ങളിൽ ഞാൻ എൻ്റെ ക്ലിനിക്കിലും ഞാൻ മരുന്നെടുക്കുന്ന റൂമിലും ദൈവത്തിൻ്റെ മാതാവിൻ്റെയും ക്രൈസ്റ്റിൻ്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മരുന്ന് എടുക്കുമ്പോൾ അകത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, ദൈവമേ അങ്ങയുടെ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വെളിപാട് ഈ മരുന്ന് കൊടുത്താൽ ഈ മനുഷ്യന് ഉപകാരപ്രദമായിരിക്കും. അദ്ദേഹത്തിന് ഉപകാരപ്രദമായില്ലെങ്കിൽ തന്നെ ദോഷം ഉണ്ടാകരുതും. എൻ്റെ സഹജീവിയുടെ ശരീരവും എൻ്റെ പോലെ തന്നെ വളരെയധികം പ്രേഷ്യസാണ്. അതുകൊണ്ട് തെറ്റുവരായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഈ രോഗിക്ക് യാതൊരു ദോഷം വരരുത്. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഡോക്ടർ എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യരുടെ കണ്ണീര് മാറ്റാനുള്ള ഒരു കരമാണെന്ന്. ഡോക്ടറുടെ ഓരോ പ്രവർത്തനങ്ങളും ദൈവവുമായിട്ടുള്ള ആ ബന്ധമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ചങ്ങല മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്നത്. ഒപ്പം ഡോക്ടർ ഒത്തിരി കുടുംബങ്ങളെ കാണുന്നുണ്ടല്ലോ, ഒത്തിരി കുടുംബങ്ങളുമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുടുംബങ്ങളെ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാത്ത മക്കൾ, ഒപ്പം മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കാത്ത മാതാപിതാക്കൾ, ഇത് ഈ സമൂഹത്തിൽ പൊതുവെ കാണുന്നതാണ്. എന്തിനൊക്കെ വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവണത, ഈ ഒരു സാഹചര്യത്തെ ഡോക്ടർ എങ്ങനെയാണ് ഒന്ന് വിലയിരുത്തുന്നത്? പല മാതാപിതാക്കളും പണത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. അതിനുവേണ്ടി ബിസിനസ് ചെയ്യുക, അതിനുവേണ്ടി ആരോട് എന്ത് ദ്രോഹം ചെയ്യുക. അപ്പോഴൊക്കെ അവർ മക്കളെ സ്നേഹിക്കാനോ അവരെ അനുസരണമുള്ളവരും ദൈവവെടിയുള്ളവരായിട്ട് വളർത്താനോ സാധിക്കുക വരും. പിന്നെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ പിടിച്ചാൽ കിട്ടാതെ വരുമ്പോൾ അവർ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇത് ആദ്യം ചെറുപ്പത്തിലെ അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുത്താൽ അവർ നല്ല പൗരന്മാരായിട്ട് വളരും. അത് ആ കുടുംബത്തിന് നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും, രാഷ്ട്രത്തിന് നല്ലതായിരിക്കും, ലോകത്തിന് നല്ലതായിരിക്കും. എപ്പോഴും എൻ്റെ മകൻ ഉന്നതനായിരിക്കണം ആണ് ഇവരുടെയൊക്കെ വിചാരം. മറ്റേ കുട്ടി എങ്ങനെയായാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത ഒരു രോഗി ഒരിക്കൽ വന്നു, ഒരു വളരെ വെൽ ടു ഡു ഫാമിലിയിൽ നിന്ന്. അത് അവരുടെ ഭർത്താവ് വലിയ നിലയിലൊരു ഉന്നത സ്ഥാനമാനിയാണ്, അദ്ദേഹത്തിന് വലിയ പരാഴികളുണ്ട്. അവരെന്നോട് വന്ന് പറഞ്ഞ്, ഡോക്ടറെ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ഞാൻ പറഞ്ഞു, ഒരു ടെൻഷൻ ഉണ്ടാകേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലല്ലോ, ഞാൻ നിങ്ങളെ ശരിക്കും അറിയുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു മനുഷ്യ സ്നേഹി, പിന്നെന്താ
അതല്ല ഡോക്ടറെ, എൻ്റെ ഭർത്താവിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പ്യൂണിൻ്റെ മകളും എൻ്റെ മകൾ ഒരു ക്ലാസ്സിലാണ്. പക്ഷേ ആ പ്യൂണിൻ്റെ മകൾ എപ്പോഴും ക്ലാസ്സിൽ ഒന്നാമതാണ്. എൻ്റെ മകൾ 10th 11th റാങ്കിലാണ്. അത് എന്നെ അലട്ടുന്നത്. ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ നിഷേധിക്കുക. ദൈവം ഓരോരുത്തർക്കും ഓരോ അളവിൽ അറിവുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു നാഴിയിൽ പോകുള്ളൂ, 2 നാഴി പോവില്ല. നിങ്ങളുടെ മകൾ ചിലപ്പോൾ 1 നാഴി ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള കുട്ടിയായിരിക്കും ദൈവം. മറ്റേ കുട്ടിക്ക് അതിലും കൂടുതലുള്ള കഴിവുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ കുട്ടിക്ക് അർഹതയുള്ളതെല്ലാം കൊടുക്കാൻ. അല്ലാതെ മറ്റേ കുട്ടിയെക്കാളും മുകളിലാണ് പ്രാർത്ഥിക്കുന്നത് ശരിയായ പ്രാർത്ഥനയല്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു മരുന്നും വേണ്ട, നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇത് മാതാപിതാക്കളെ മറക്കുന്ന മക്കളുടെ കാലഘട്ടമാണ്. ഓൾഡ് ഏജ് ഹോമുകളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന സാറിന് മറ്റാരേക്കാളും അവരുമായി കൂടുതൽ അടുത്തിടപഴകാൻ സാധിച്ചിട്ടുണ്ടാകുമല്ലോ. പല കുടുംബങ്ങളിലും കാണുന്നത് പ്രായമായവരൊരു പാഴ്വസ്തുവായിട്ടാണ്, വേണ്ടാത്തൊരു സാധനം. അവരെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ചെറുപ്പക്കാർ. അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് ഈ പാഴ്മരം ഒരു തടസ്സമാകുന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രായമായ വ്യക്തിയുടെ സാന്നിധ്യം ഒരു കുടുംബത്തിൽ വലിയ അനുഗ്രഹമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവരെപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമായവരുടെ ജോലി എന്താ? എൻ്റെ മകൻ്റെ കുട്ടി എല്ലാവരും സൗഖ്യമായിട്ട് ജീവിക്കണം, അവർക്കെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണം. ഈ ഓൾഡ് ഏജ് ഹോമിലെ കാര്യം പറഞ്ഞ് അവിടെ ചെല്ലും പലരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ, സാറേ എനിക്ക് കഞ്ഞി കിട്ടിയാൽ മതി, എൻ്റെ മക്കളുടെ പേരൊക്കെ കുട്ടികളോട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മകൻ അനുവദിക്കുന്നില്ല. പലരും ബലഹീനരായിട്ട് അവിടെ നിസ്സഹായരായിട്ട് അവിടെ കഴിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു റിട്ടയേർഡ് ടീച്ചറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചത്, അങ്ങേക്ക് ആവശ്യത്തിന് വരുമാനമുണ്ട്, ഇപ്പം നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്, അങ്ങേക്ക് വീടുണ്ട്, പിന്നെ എന്തിനാ അങ്ങ് ഇവിടെ കൂടെ വരുന്നത്? എൻ്റെ വീട്ടിൽ മാസത്തിൽ 4 ദിവസം ഞാൻ VIP ആണ്. അതെന്താ അങ്ങനെ? പെൻഷൻ മേടിക്കാൻ പോകുന്ന 2 ദിവസം മുമ്പ് എൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ നല്ലോണം ഇസ്തിരിയിട്ട് അവരെന്നെ റെഡിയാക്കും. പെൻഷൻ മേടിച്ചുകൊണ്ട് വന്ന് 2 ദിവസം എനിക്ക് നല്ല ഭക്ഷണം തരും. അപ്പം 4 ദിവസം ഞാൻ VIP ആണ്. അത് അപ്പോൾ പെൻഷൻ മേടിച്ച തുക ഞാൻ മകനെ ഏൽപ്പിക്കുന്നു. പിന്നെ എന്നെ അവർക്ക് ആവശ്യമില്ല. ഞാൻ കടയിൽ പോയി സാധനം മേടിക്കുന്ന ഒരു മെസ്സഞ്ചർ, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദാസൻ, അതുപോലെയാണ്. അതായിക്കോട്ടെ, ഞാൻ നിൽക്കും. പക്ഷെ അവർക്ക് എന്നോട് സംസാരിക്കാനോ എന്നെ നോക്കാനോ എന്നോടൊരു നല്ല വാക്ക് പറയാനോ ഞാൻ പറയുന്ന ശ്രമിക്കാനോ നേരമില്ല. ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരായിപ്പോയി. ഞാനും കൊണ്ടുവന്ന് എന്തെങ്കിലും മെഷീൻ കിട്ടുമ്പോൾ കൊടുത്താൽ, പെൻഷൻ കിട്ടുന്ന പണത്തിൽ നിന്ന് കൊടുത്താൽ അവരൊക്കെ എന്നെ വളരെ സ്നേഹപൂർവ്വം എന്നോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. ഞാൻ ഈ MG റോഡിൽ എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുന്നതുകൊണ്ട് ആ സ്ഥലത്ത്, ആ പരിസരത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഉടനെ അവിടെ ആ ഡോക്ടറത്തെ ഇല്ല പറയും. അതായത് എന്നെ ഒരു ബ്രാൻഡ് മനുഷ്യനായിട്ട് വെച്ചിരിക്കുകയാണ്, സഹായം ചെയ്യാനായിട്ട് ദൈവം വിട്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രായമായ മനുഷ്യൻ കയറി വന്ന് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഒരു സഹായം ചോദിക്കുമ്പോൾ, സാറിന് എനിക്ക് പരിചയമില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു അടുത്ത്, അദ്ദേഹത്തിനെ അന്വേഷിച്ച് വന്നാൽ പക്ഷേ ആൾ സ്ഥലത്തില്ല. സാറ് എന്നെ പറ്റി സഹായിച്ചുള്ള വേറൊന്നുമില്ല, ഈ ഒരാഴ്ച റേഷൻ മേടിക്കാനുള്ള പണം തരണം. ഞാൻ എന്താ അത് തന്നിരിക്കുന്നു, അങ്ങ് ഇരിക്കാൻ പറഞ്ഞു. എന്താ കുഴപ്പം? ഇല്ല, എനിക്ക് 2 പെൺമക്കളാണ്. ഒന്ന് കെട്ടിച്ച് വയനാട്ടിൽ, വേറെ പെൺകുട്ടികൾ ഇവിടെയാണ്. ആ പെൺകുട്ടി ചുമട്ടുപണിക്കൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനും എന്തെങ്കിലും ചെറിയ പണികളൊക്കെ പോയി സഹായിക്കും. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ഒരു മകൾ. അവൾ നന്നായിട്ട് പഠിക്കും. അപ്പോൾ അവളെ പഠിപ്പിക്കാനായിട്ട് വേണ്ട എല്ലാ സഹായങ്ങളും അവൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ വരാൻ പോകണം. വീട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ റേഷൻ മേടിച്ചാൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു പോകില്ല, വയറ് നിറച്ച്. അവൾക്ക് നന്നായിട്ട് എഴുതാം, അവൾ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭക്ഷണം ഞാൻ പഠിക്കാനുള്ള തരാം നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഈ കുട്ടി പാതിരക്കൊക്കെ ഇരുന്ന് പഠിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരു ക്ലോക്കോ ടൈം പീസൊന്നുമില്ല, ഞാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ വേൾഡ് ഓഫ് ടൈറ്റാനിൻ്റെ ഷോറൂം നടത്തിയിരുന്ന ആളാണ്. അവരുടെ ഈ വാച്ച് എക്സ്ചേഞ്ച്, പഴയ വാച്ച് കൊണ്ടുവന്നാൽ പുതിയ വാച്ചും ഒരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ കമ്പനിക്കാർക്ക് ഞാനിങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് അറിയാമെന്നുകൊണ്ട് പഴയ വാച്ചുകളൊക്കെ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ നന്നാക്കി ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വാച്ചില്ലാത്ത കുട്ടികളെ അന്വേഷിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ഒരു വാച്ച് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഈ വാച്ച് മേടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു. ഞാൻ സ്വപ്നം കാണണോ, റേഷൻ പണം ചോദിച്ചിട്ട് എൻ്റെ 4 ഇരട്ടി തന്നു, ഇപ്പോൾ വാച്ചും ഇതൊക്കെ കൊണ്ട് അദ്ദേഹം പോയി. പലപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം
ഞാൻ ഈ മനുഷ്യനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങ് ഇവിടെ? അങ്ങയുടെ മകള് പോയി, പേരക്കുട്ടി പഠിച്ച് നല്ല നിലയിലായി, അവൾക്കൊക്കെ ഇപ്പോൾ നല്ല വരുമാനമുണ്ട്, അപ്പോൾ അവൾക്കും ഭർത്താവിന് എന്നെ വേണ്ടാതെ. അപ്പോൾ അങ്ങ് ഈ ചെയ്ത സേവനം അത് അവർക്ക് അവർ ഓർക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ, എനിക്ക് സ്നേഹം അവർ തന്നാൽ മതി, എനിക്ക് ഒന്നും തരണ്ട. ഇതാണ് പ്രായമായവരുടെ പലരുടെ ആറ്റിറ്റ്യൂഡ്. ആവശ്യത്തിന് അവർ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അവർ പാഴ് വസ്തു. ഇതൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് മറ്റേ ആൾക്കും വരാൻ പോകുന്നത്. പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കും, ഒരു ദിവസം പച്ചിലയും പഴുക്കും വീഴും. ആ ദിവസം വരാതിരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ മാതാപിതാക്കളോടും പ്രായമായവരോടും ദയാദാക്ഷ്യത്തോടും കരുണയോടും പെരുമാറിയാൽ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും. ഇനി സാറിൻ്റെ കുടുംബത്തിലേക്ക് വരാം. സാറിൻ്റെ വിവാഹം, കുടുംബജീവിതം, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പുറത്ത് പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളൊക്കെ വിചാരിച്ചത് ഞാൻ വളരെ ഫാഷനബിളായിട്ടുള്ള ഒരു സ്ത്രീ അന്വേഷിച്ച് മാരേജ് ചെയ്യും എന്ന്, പുറത്തൊക്കെ ജീവിച്ച ആളാണ്. മാരേജിൻ്റെ സമയപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് പോയി ഒരു പെൺകുട്ടിയെ കാണുക, എനിക്ക് അങ്ങനെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള പെൺകുട്ടിയെ മതി, ഇവിടെയുള്ള ഫാഷനബിളായിട്ടുള്ള പെണ്ണിന് ആവശ്യമില്ല. നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 3 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും. ഇന്ന് അതിൽ 2 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ജീവിച്ചിട്ടുണ്ട്. ഒരു ബ്രദർ, ഒരു സിസ്റ്റർ മരിച്ചു. മൂത്ത സിസ്റ്റർ ഈ കുത്തിയതോട്ടിൽ തച്ചിൽ ഫാമിലിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഗ്രാമപ്രദേശത്തു നിന്നാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെങ്കിൽ ഞങ്ങളെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ PJ പൗലോസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകളുണ്ട്, അവർ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണണമെന്ന് ആവശ്യമില്ല, അമ്മയും ചേച്ചിയും കൂടെ പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും പോയി കണ്ടിട്ട്, ആനി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, ആനീനെ ഇഷ്ടപ്പെട്ടു. കുടുംബാന്തരീക്ഷമൊക്കെ നല്ല കാത്തലിക് ഫാമിലി, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ എന്നാൽ നമുക്ക് കല്യാണം നടത്താം, അതുപോരാ ജോസ് പോയി കാണണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ വളരെ ദൈവപേടിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള ഒരു ഭാര്യയെ കിട്ടി ദൈവം എനിക്ക് ചോദിച്ചു. ചിലപ്പോൾ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഭാര്യയെ തന്നത് പിന്നീടുള്ള കാലത്ത് എന്നെ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റിയൊരു ആളെ പരുവപ്പെടുത്തി ഒരുക്കി തന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഡോക്ടർ പറഞ്ഞു, വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് ഡോക്ടർ നയിക്കുന്നതെന്ന്. അതിൻ്റെ അർത്ഥം ഒരു പിണക്കവും പരിഭവവും ഒന്നുമില്ലാത്തൊരു ജീവിതം, അതാണോ? ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ജീവിതം എന്നാണോ? അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ അത് തികച്ചും തെറ്റാണ്. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് 2 കുടുംബ അന്തരീക്ഷത്തിൽ വരുന്ന 2 ഡിഫറെൻറ്റ് വ്യക്തികളാണ്. പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ പലർക്കുള്ളൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ ഒരു 80% കാര്യങ്ങൾ ഇവരുടെ ചിന്താഗതി ഒരുപോലെ പോകും. അവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന കാലത്ത് വിദേശത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഷോർട്ട് ടെമ്പർ ക്ഷിപ്രകോപിയായിരുന്നു. പെട്ടെന്ന് ഇരിക്കുന്നൊരു സാധനം വെച്ച് കണ്ടില്ലെങ്കിൽ അവിടെയൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരത് മനസ്സിലാക്കി, എൻ്റെ ടെമ്പർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി എന്നോട് ജീവിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പിള്ളേരെ ഡൈവോഴ്സ് ചെയ്ത് പോകും. എന്താ ദേഷ്യക്കാരനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ അവരുടെ 60th ബർത്ത്ഡേക്ക് ഇത് ഓപ്പണായിട്ട് എല്ലാവരും പറയും. അവർ ഉദ്ദേശിക്കുന്നതിൽ വലിയൊരു പാരിതോഷികം അവർക്ക് കൊടുത്തു. എൻ്റെ ദേഷ്യം സഹിച്ചതിന് ഒരു പാരിതോഷികമായിട്ടിരിക്കും. അതെ. പിന്നീട് ഞാനിപ്പോൾ വളരെ ദേഷ്യപ്പെടാൻ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ജോലിക്കാരൊക്കെ പറയും, സാറ് പണ്ടത്തെ പോലെയല്ലേ, സാറിന് ഇപ്പോൾ ദേഷ്യപ്പെടാൻ അറിഞ്ഞൂടാ എന്നുള്ള അവസ്ഥയല്ല. അത് നമ്മൾ പ്രാർത്ഥിച്ചും ദൈവമായിട്ട് അടുക്കുമ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാകും. ദേഷ്യപ്പെടുന്നില്ല എന്താ അർത്ഥമായിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. അത് ടൈം എടുക്കുന്ന കാര്യം. ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോഴും ദേഷ്യം വരും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെക്കുറിച്ച് പറയാം. ഞങ്ങൾക്ക് 3 മക്കളാണ്. 2 ആൺമക്കളും ഒരു പെൺകുട്ടി. മൂത്ത മകൻ റാണ, അയാൾ മാരി ചെയ്ത് 2 കുട്ടികളുണ്ട്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ അയാൾക്കൊരു ഫ്ലാറ്റുണ്ട്, അവിടെ താമസിക്കുന്നു. അയാൾ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്, ഞാൻ ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ കടയിലോ ഷോപ്പിൽ ഞാൻ പോയിരിക്കില്ല. മെയിനായിട്ട് അദ്ദേഹമാണ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബാങ്കിലൊരു എംപ്ലോയിയാണ്, വിദ്യ. അയാൾക്ക് 2 കുട്ടികളാണ്, ഹന്നയും ഇർഷലും. 2ാമത്തെ മകൻ റോഷൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്നു. 3ാമത്തെ ഒരു മോള്, അവളുടെ റീനി. എൻ്റെ എല്ലാ മക്കളുടെയും പേര് 6ൽ നിന്നാണ്. റാണ, റോഷൻ, റീനി. അവൾ MA ലിറ്ററേച്ചർ കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കല്യാണാലോചന വന്നു. കാലടി, കൊല്ലം കൂടി ഫാമിലി. അവൾക്കൊരു മോളുണ്ട്,
എൻ്റെ പേര് എയ്മി. അവർ കുവൈറ്റിൽ ജീവിക്കുന്നു. ഈ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തു നിന്നുള്ള സാറിൻ്റെ ഈ സൗജന്യ പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അവരെ സപ്പോർട്ടില്ലെങ്കിൽ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് നടക്കുന്ന. അവരുടെ സഹകരണം ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബയോകെമിസ്ട്രി MD ഉള്ള ആളാണ്. ഞാൻ ആരോടും പൈസ വാങ്ങില്ല, വെറുതെ മരുന്ന് കൊടുക്കുന്നത്. എൻ്റെ ഭാര്യ ഒരു ദിവസം ചോദിക്കുകയാണ്, ഇത്രയും പഠിപ്പുള്ള ആൾ വെറുതെ കയ്യിലെ കാശ് കൊടുത്ത് മരുന്ന് മേടിച്ച് കൊടുക്കുന്നത്, അതിന് പകരം ഒരാളോട് 200 രൂപ ചാർജ് ചെയ്ത് വൈകുന്നേരം 10, 2000, 3000 രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇത് തുടർന്നുകൊണ്ട് പോകാൻ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അവരെ സഹകരണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ആനിയും മക്കളും ഒക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ എനിക്ക് തരുന്നു. 15 വർഷത്തെ വിജയകരമായ ബിസിനസ് ജീവിതം, അതിനുശേഷം 26 വർഷം സൗജന്യ ചികിത്സയും സാമൂഹ്യ സേവനവും, പിന്നെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതവും. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ 15 കൊല്ലത്തെ ബിസിനസ് കാലഘട്ടത്തിൽ വളരെ തിരക്കും ഒരുപാട് ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും വളരെയധികം ധനവും കിട്ടിയിരുന്നൊരു കാലാവസ്ഥയായിരുന്നു. അവിടെ എല്ലാ കമ്പനികൾക്കും നമുക്ക് വേണ്ട റെസ്പെക്റ്റ് തരുന്നു, നമുക്ക് വരുമാനം ഉണ്ടാകുന്നു, തിരക്കിട്ട ജീവിതം, തിരക്ക് ഒഴിഞ്ഞിട്ട് എനിക്ക് നേരമില്ല. പക്ഷേ അന്നത്തെ ആ ജീവിതത്തിനേക്കാളും വളരെയധികം സംതൃപ്തി തരുന്നൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 25 കൊല്ലം. അത് എൻ്റെ സഹജീവിക്ക് വേണ്ടി, മറ്റത് എനിക്ക് വേണ്ടി മാത്രമുള്ള നെട്ടോട്ടം, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള നെട്ടോട്ടം. അവിടെ അതല്ല, സഹജീവിയെ കൂടെ കരുതണം. നമുക്കുള്ള സൗഭാഗ്യങ്ങൾ സഹജീവിക്ക് കൂടെ കിട്ടത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ആ വഴിക്ക് എന്നെ ദൈവം എത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഞാൻ ഹോമിയോ പഠിച്ചൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പം മാറിയത്. ഈ സമയത്ത് എനിക്ക് അതെടുത്ത് ഉപയോഗിച്ച് രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് സേവനം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ വിലയിരുത്തിയതിൽ രണ്ടാം ഘട്ടം, ഈ 25 കൊല്ലമാണ് ഏറ്റവും സന്തോഷവും സംതൃപ്തി എൻ്റെ ജീവിതത്തിലുണ്ടാവുന്നത്. എനിക്ക് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും എൻ്റെ എല്ലാ റോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്ന് ഒരു സഹജീവിയെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു ചിന്ത, ബോധം എനിക്ക് തന്നു. ഇത്രയും നേരവും ഷാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവച്ചതിന് സാറിന് നന്ദി. നമസ്കാരം. നന്ദി.